നസ്കം നട്ടലിലുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അത് ശ്രീമാൻ കെ സുധാകരൻ മാത്രമാണ്. വാസ്തവത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിമാനമാണ് കെ സുധാകരൻ. അർഹമായ സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ജീവിച്ചിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിനോടും എനിക്ക് സുധാകരനോട് തോന്നിയതുപോലെ ഒരു ആരാധന തോന്നിയിട്ടില്ല. കണ്ണൂർ എന്ന് പറയുന്ന CPM പാർട്ടി കോട്ടയിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പടപൊരുതി ജീവിച്ച സുധാകരൻ ആണത്തത്തിൻ്റെ അടയാളമാണ്. ആരോടും ചങ്കൂറ്റത്തോടെ, നേരോടെ, നെറിയോടെ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ്, പാർട്ടി ഗ്രാമങ്ങളിൽ പോലും പോയി കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി പണിയെടുക്കാനുള്ള ധൈര്യം, വെടിയുണ്ടകളെയും പടക്കോപ്പുകളെയും കത്തിയെയും ബോംബിനെയും ഒക്കെ മറികടന്നുകൊണ്ടാണ് സുധാകരൻ കണ്ണൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. സുധാകരനായിരുന്നു പ്രതിപക്ഷ നേതാവോ KPCC പ്രസിഡന്റോ എങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കച്ചി തൊടുമായിരുന്നില്ല. സുധാകരൻ പിന്നീട് KPCC പ്രസിഡന്റ് ആയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടുകൂടി സജീവമായി. എന്നിട്ടും ആരോഗ്യപരമായ കാരണം എന്ന് പറഞ്ഞ് സുധാകരനെ അനാവശ്യമായി KPCC പ്രസിഡന്റ് പദവിയിൽ നിന്നും നീക്കം ചെയ്തു. സുധാകരനെ നീക്കി സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് ആക്കിയത് എന്തിനാണെന്ന് ഇന്നും പ്രവർത്തകരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് പാർട്ടി ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ചെയ്ത ഏറ്റവും വലിയ പാതകം സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി എന്നതാണ്. ഇതൊക്കെ ശരിയാണെങ്കിലും സുധാകരൻ്റെ ഇപ്പോഴത്തെ എടുത്തുചാട്ടവും അധിക പ്രസംഗവും സുധാകരനെ ഇഷ്ടപ്പെടുന്നവരെ നിരാശപ്പെടുത്തുന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആദ്യമായി കെ സുധാകരൻ എന്ന നേതാവിനോട് വേദനയും നിരാശയും അമർഷവും വ്യക്തിപരമായി എനിക്ക് അനുഭവപ്പെട്ടത് ഇന്നലെ അദ്ദേഹം താൻ മത്സരിക്കും എന്ന് തറപ്പിച്ച് പറഞ്ഞപ്പോഴാണ്. മത്സരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഈ അവസാന നിമിഷം ഉണ്ടോ? 110% ഉണ്ട്. അതിലെന്താ കുഴപ്പം? മത്സരിക്കും. ഓ, ഉറപ്പ്. കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാകും. കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാകും. മത്സരിക്കും. എന്തൊരു കഷ്ടമാണ് സുധാകര. അങ്ങ് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ആണ്. MP ആയി മത്സരിച്ചത് 5 വർഷം ആ പദവിയിലിരിക്കാനാണ്. ആ പദവിയിൽ ഇരിക്കുമ്പോൾ അങ്ങേക്ക് KPCC പ്രസിഡന്റ് സ്ഥാനം കിട്ടി എന്ന് പറയുന്നത് വലിയ കാര്യവും വലിയ അംഗീകാരവുമാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങൾ വോട്ട് ചെയ്ത് അങ്ങേ വിജയിപ്പിച്ചത് 5 വർഷം MP സ്ഥാനത്ത് തുടരാനാണ്. ഇപ്പോഴിതാ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മന്ത്രിയാവാനോ മുഖ്യമന്ത്രിയാവാനോ മോഹിച്ച് മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് വരുന്നത് സുധാകരനെ ഇഷ്ടപ്പെടുത്തുന്നവരെ നിരാശപ്പെടുത്തുന്നതിന് തുല്യമാണ്. സുധാകരൻ എന്നല്ല, ഇപ്പോൾ MP ആയിരിക്കുന്ന ഒരാളും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുന്നതാണ് ഉചിതം. KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും അടൂർ പ്രകാശും ഹൈബി ഈഡനുമൊക്കെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒരു കൃത്യമായ തീരുമാനമെടുത്ത് ഒരു MPയും മത്സരിക്കേണ്ട എന്ന നിശ്ചയത്തിലേക്ക് നീങ്ങാൻ കോൺഗ്രസ് പാർട്ടി അമാന്തിക്കരുത്. സുധാകരൻ കണ്ണൂരിൻ്റെ അഭിമാനമാണ്, കേരളത്തിൻ്റെ അഭിമാനമാണ്, കോൺഗ്രസ് പാർട്ടിയുടെ അഭിമാനമാണ്. സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് അങ്ങേയറ്റത്തെ നികൃഷ്ടമായ രാഷ്ട്രീയ പ്രവർത്തനമാണ്. എന്നാൽ അതൊന്നും സുധാകരൻ ഇപ്പോൾ MP സ്ഥാനം രാജിവെച്ച് MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നതിന് ഒരു എക്സ്ക്യൂസായി മാറുന്നില്ല. അതിനേക്കാൾ ന്യായമാണ് അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കണമെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോന്നി പിടിച്ചെടുക്കാൻ അടൂർ പ്രകാശിന് മാത്രമേ കഴിയൂ. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു MPയെ ഇറക്കുന്നത് പോലെയല്ല കണ്ണൂരിൽ കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥി ഇറക്കിയാൽ ജയിക്കാമെന്ന സാഹചര്യമുള്ളപ്പോഴും സുധാകരൻ മത്സരിക്കാൻ മോഹം കാണിക്കുന്നത്. സുധാകരന് മത്സരിക്കണമെന്ന് വാശിയാണെങ്കിൽ സുധാകരൻ ചെയ്യേണ്ടത് താൻ ധർമ്മടത്ത് പിണറായിക്കെതിരെ മത്സരിക്കുമെന്ന് പറയാനുള്ള ധൈര്യമാണ്. ധർമ്മടത്ത് മത്സരിക്കാൻ സുധാകരൻ ഒരുക്കമാണെങ്കിൽ സുധാകരന് സീറ്റ് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും കിട്ടാത്ത സീറ്റാണ് ധർമ്മടം. അത്തരമൊരു സീറ്റ് പിടിക്കാൻ സുധാകരന് ധൈര്യമുണ്ടെങ്കിൽ തീർച്ചയായും ആ ധൈര്യം ആദരിക്കപ്പെടേണ്ടതാണ്. എന്ന് മാത്രമല്ല, ധർമ്മടത്ത് പിണറായിക്കെതിരെ സുധാകരൻ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അത് നൽകുന്ന ആത്മവിശ്വാസവും സന്ദേശവും ചെറുതാവില്ല. വാസ്തവത്തിൽ സുധാകരൻ
കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയാണ് മത്സരിക്കാൻ വാശി പിടിക്കുന്നതെങ്കിൽ തനിക്ക് വേണ്ടത് ധർമ്മടമാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാട്ടണം. വിജയസാധ്യതയുള്ള ഒരു സീറ്റ് ഉൾപ്പെടെ 3 സീറ്റും ചോദിച്ചു വന്ന PV അൻവർ ഒടുവിൽ തെരഞ്ഞെടുത്തത് 28,000 വോട്ടിന് മുഹമ്മദ് റിയാസ് ജയിച്ച ബേപ്പൂരാണെന്ന് ഓർക്കണം. ബേപ്പൂരിൽ അൻവർ മത്സരിക്കാൻ കാണിച്ച അതേ തൻ്റെ ഇടം ധർമ്മടത്ത് പിണറായിക്കെതിരെ മത്സരിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം വർദ്ധിപ്പിക്കാൻ സുധാകരനും തയ്യാറാവണം. ഏതെങ്കിലും ഒരു കോൺഗ്രസ് എംപിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരിക്കലും UDFന് കിട്ടില്ല എന്നുറപ്പുള്ള അവരുടെ മണ്ഡലത്തിന് കീഴിലുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. കെ സുധാകരൻ മുതൽ KC വേണുഗോപാൽ വരെ നിയമസഭയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ മത്സരിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ CPMൻ്റെ കുത്തക സീറ്റിൽ അവരെ മത്സരിപ്പിക്കണം. അതുണ്ടാക്കുന്ന ആത്മവിശ്വാസം ചില്ലറയാവില്ല. സുധാകരൻ്റെ എടുത്തുചാട്ടം വാസ്തവത്തിൽ സുധാകരനെ ആരാധിക്കുന്ന മനുഷ്യരെ പോലും നിരാശപ്പെടുത്തിയിരിക്കുന്നു. ആബിദ് അടിവാരം എന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് കോൺഗ്രസ്സുകാരൻ എഴുതിയ കുറിപ്പ് വായിക്കാതിരിക്കാനാവില്ല. കെ സുധാകരന് വയസ്സ് 78, 3 തവണ MLA, 3 തവണ MP, 1 പ്രാവശ്യം മന്ത്രി, KPCC പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചു. നിലവിൽ MP ആയി തുടരുന്നു. നോക്കൂ, 3 തവണ MPയും 3 തവണ MLAയും 1 തവണ MPയും KPCC പ്രസിഡന്റുമായി. സുധാകരന് 78 വയസ്സായി. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് വ്യക്തമാണ്. ആരെങ്കിലും പിടിച്ചുകൊണ്ട് വേണം സുധാകരൻ നടത്താൻ. സുധാകരൻ ഓർമ്മ പെശകൊണ്ട്. എന്നിട്ടും ഈ പിടിവാശി കാണിക്കുന്നത് മോശമാണ്. കെ സുധാകരൻ ഇല്ലായിരുന്നുവെങ്കിൽ കണ്ണൂരിൽ കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും സമ്മതിച്ചു കൊടുക്കാം. CPMൻ്റെ ചോരയിൽ മുഖ്യ താക്കീതുകളെ തൃണവൽക്കരിച്ചാണ് സുധാകരൻ പാർട്ടിയെ നയിച്ചത്. കൊലയാളി പാർട്ടിയെ പ്രതിരോധിക്കാൻ ജീവിതം മാറ്റിവെച്ച നേതാവാണ് സുധാകരൻ. KPCC നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ടും പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടിയെ നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ കണ്ണൂരിൽ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും താൻ തന്നെ മത്സരിക്കണമെന്ന് സുധാകരൻ തീരുമാനിച്ചാലോ? കേരളത്തിലെ ഒരു മണ്ഡലത്തിലും ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനാർത്ഥിയെ നിർത്തി അയാളുടെ മികവ് കൊണ്ട് ജയിക്കേണ്ട സാഹചര്യം കോൺഗ്രസിനോ UDFനോ ഇല്ല. UDF ജയിക്കാൻ പോകുന്നത് അവരുടെ മികവ് കൊണ്ടല്ല, മുൻപൊരിക്കലുമില്ലാത്ത വിധം ജനങ്ങൾക്ക് സർക്കാരിനോട് അതൃപ്തിയുണ്ട്. CPMനോടും പിണറായി വിജയനോടും ഇടതുപക്ഷക്കാർക്ക് പോലും താല്പര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. UDF 110 സീറ്റ് നേടി വിജയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ചില നേതാക്കളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വഴങ്ങി ജനങ്ങളുടെ പരിഹാസം ഏറ്റുവാങ്ങാതിരിക്കുകയാണ് കോൺഗ്രസ് നല്ലത്. സജീവൻ അന്തിക്കാട് ഇങ്ങനെ എഴുതുന്നു: കൊതിക്കുന്നതെല്ലാം നേടി നേടി മറ്റുള്ളവരെക്കാൾ കേമനാണ് താൻ എന്ന തോന്നലോടെ ജീവിച്ച് വിചിത്രമായി സൈക്കോ ലെവലിലെത്തിയ 2 സുധാകരന്മാരിൽ ഒരാളാണിത്. മനുഷ്യരിൽ ഭൂരിഭാഗവും പ്രായമേറുമ്പോൾ ഉള്ളിലെ പാർട്സുകൾക്ക് തേയ്മാനം സംഭവിക്കുമെന്നും ചിലരിൽ അനുകമ്പ എന്ന വികാരം പോലും ഇല്ലാതാവും എന്നും സ്കൂളിൽ വെച്ച് തന്നെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രായം ചെന്ന ഭരണാധികാരികൾക്ക് അനുകമ്പ തീരെ ഇല്ലാതായി ഏറ്റവും വലിയ ക്രൂരതകൾ ചെയ്യാനാകും എന്നതല്ലാതെ അവരെക്കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ആയതിനാൽ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞ് ഇവരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തന്നെ പങ്കെടുപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ പറയുമ്പോൾ ഇത് എല്ലാ പാർട്ടികളും കൂടി തീരുമാനിക്കേണ്ട വിഷയമാണ്. ഒരു പാർട്ടിക്ക് മാത്രമായി നടപ്പാക്കാൻ കഴിയില്ല. എല്ലാ പാർട്ടികളും ഒരുമിച്ച് തീരുമാനിക്കണം. മര്യാദയ്ക്ക് നടക്കാൻ പോലും ആവതില്ലാത്തൊരു കാരണവരെ മരിക്കും വരെ മുഖ്യമന്ത്രിയായി ഒരു പാർട്ടി അവതരിപ്പിക്കുമ്പോൾ മറ്റ് പാർട്ടികളും അതേ വഴി പോകും. അമേരിക്കയിൽ 2 ടേമിൽ കൂടുതൽ ഒരാൾക്ക് പ്രസിഡൻ്റാകാൻ കഴിയില്ല. കഴിഞ്ഞ മാസം ബംഗ്ലാദേശിൽ നടന്ന ഹിതപരിശോധനയിലും ജനങ്ങൾ ഈ അമേരിക്കൻ രീതിയെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒന്നിനും ഹിതപരിശോധനയില്ല. 76 കൊല്ലം മുമ്പ് എഴുതി വെച്ച അതേ നിയമങ്ങളുമായി നടക്കുകയാണ്. ഇതിനിടെ ലോകം എത്ര മാറി, മനുഷ്യൻ്റെ ആർത്തിയുടെ റേഞ്ചുകൾ മാറി. ഇലക്ഷൻ നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ട് ഒരു ഹിതപരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. എങ്കിലേ ലോകം പോകുന്നതനുസരിച്ച് നിയമങ്ങൾ അപ്ഡേറ്റ് ആവൂ. ഗോപകുമാർ സാഹിതി ഇങ്ങനെ എഴുതുന്നു: 50-60 വർഷം പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ചിട്ടും പഞ്ചായത്ത് അംഗമോ പാൽ സൊസൈറ്റി ബോർഡ് അംഗമോ പോലും ആകാൻ കഴിയാതെ എരിഞ്ഞിറങ്ങിയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പട്ടടയിലേക്ക് ശ്രീ കെ സുധാകരൻ കാർക്കിച്ചു തുപ്പരുത്. 20 വർഷം മുമ്പെങ്കിലും അദ്ദേഹത്തെ KPCC അധ്യക്ഷനാക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമുള്ള ലക്ഷങ്ങളുണ്ട് ഈ നാട്ടിൽ. പ്രസിഡന്റ് പദത്തിലെത്തി അധികം വൈകാതെ തന്നെ കടമകൾ നിർവഹിക്കാൻ വേണ്ട ശാരീരിക മാനസികാവസ്ഥയിലല്ല താനെന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു. അവസാന നിമിഷം വരെ അനാവശ്യ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടും കണ്ണൂരിൽ പാർലമെൻറ്റ് സീറ്റ് നൽകി വിജയിപ്പിച്ചത് ഈ പാർട്ടിയാണ്. പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റപ്പെട്ട അതേ നിമിഷം തന്നെ അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാക്കി. KS യൂത്ത് കോൺഗ്രസ് സ്ഥാപക നേതാക്കൾ കൂടിയായ മുല്ലപ്പള്ളിക്കും VM സുധീരനും MM ഹസനും ഒക്കെ നൽകാത്ത പരിഗണന. പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം മാറണം. അല്ലെങ്കിൽ അങ്ങനെ മാറാൻ ചുറ്റും നിൽക്കുന്നവർ അദ്ദേഹത്തോട് ആവശ്യപ്പെടണം. 10 കൊല്ലത്തെ കിരാത ഭരണത്തിൻ്റെ ദുരന്തഫലം
അനുഭവിച്ചവരുടെ പിന്തുണ കൊണ്ടാണ് ലക്ഷങ്ങൾ ഭൂരിപക്ഷത്തോടെ KS ഉൾപ്പെടെയുള്ളവർ MP-മാരായത്. തെരഞ്ഞെടുപ്പുകളിൽ വിജയം കൊയ്തത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറെ മുന്നിലെത്തിയത്. നിർണായക സമയത്ത് വിനാശകരമായ നിലപാട് അദ്ദേഹം അവസാനിപ്പിക്കണം. പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കാതെ കുന്നായ്മകളും ഇറങ്ങിത്തിരിച്ചാൽ പിണറായി സത്തിന്റെ വക്താവാണ് KS എന്നായിരിക്കും ചരിത്രം അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. ഇന്നലകളിൽ പറഞ്ഞു വരുന്ന CPM വിരുദ്ധത ആളെ പറ്റിക്കാനുള്ള സൂത്രമായിട്ടാകും കരുതുക. വീട്ടിൽ എന്ത് നല്ല കാര്യം നടന്നാലും ഇടങ്കോലിടുന്ന ദുരമൊത്ത കാരണവരായി അദ്ദേഹം അധപ്പതിക്കരുത് അപേക്ഷയാണ്. ശ്രീ സുധാകരനെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു എളിയ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പറയട്ടെ, ഈ കാണിക്കുന്നത് അങ്ങേയറ്റം മോശമാണ്. അങ്ങയെ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ നിരാശപ്പെടുത്തുന്നതിന് തുല്യമാണ്. മത്സരിക്കണമെന്ന് വാശിയാണെങ്കിൽ അങ്ങ് ദയവായി ധർമ്മടത്ത് പോയി പിണറായിയെ വെല്ലുവിളിച്ച് മത്സരിക്കുക. ജനം അങ്ങയുടെ കൂടെ നിൽക്കും.